ഭ്രാന്ത. പ്രണയമൂത്ത ഭ്രാന്താകോ? ആകും. അതും ഇന്നത്തെ തലമുറയ്ക്ക് പ്രണയം മധുരവും അതിന്റെ പരാജയം പ്രതികാരവുമാണ്. എനിക്ക് കിട്ടാത്തത് മറ്റൊരുത്തനും കിട്ടണ്ട എന്ന ഉറച്ച പക. പക്ഷേ പ്രണയത്തിൽ അലിഞ്ഞ് തന്റെ ഇഷ്ടപുരുഷനെ മാത്രം മനസ്സിലോർത്ത് അദ്ദേഹത്തിനെ കാണാനായി മാത്രം ജീവിച്ച് അവസാനം മനസ്സിന്റെ സമനില തെറ്റി ചരിത്രത്തിൽ നഷ്ടപ്രണയിനിയായി സ്ഥാനം പിടിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പുതുതലമുറയെ പോലെ പ്രതികാര മനോഭാവത്തിൽ പെട്ടുപോകാതെ ആ പ്രണയത്തെ ദിവ്യമായി കണക്കാക്കി അതിനുവേണ്ടി മാത്രം ജീവിച്ചു മരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കഥകൾ എന്നിലൂടെയിൽ തിരുവനന്തപുരം രാജനഗരിയിലെ പത്മനാഭസ്വാമിയുടെ നടയിലെ ഓരോ നടപ്പാതകൾക്കും സുപരിചിതയായിരുന്ന സുന്ദരി ചെല്ലമ്മയുടെ കഥയാണ് പറയാനൊരുങ്ങുന്നത്. പ്രണയം മനോഹരമാണ്. ഒരിക്കലും ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും പ്രണയം തുടർന്നാലോ? മറ്റേയാൾ അത് അറിയാതിരുന്നാലോ? ഒരുതരം ഉന്മാദാവസ്ഥയിലായിരിക്കും അത് നമ്മളെ മനസ്സിനെ കൊണ്ടെത്തിക്കുക. മഹാരാജാവിനെ പ്രണയിച്ച ഭ്രാന്തി ഇതൊരിക്കലും ഒരു സാങ്കല്പിക കഥയല്ല. തിരുവനന്തപുരത്തെ രാജവീതിയിൽ പത്മനാഭന്റെ നടയിലേക്കുള്ള ഇടവഴികളിൽ നടന്ന ഒരു പ്രണയ കഥയാണിത്. തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ ഭ്രാന്തമായി പ്രണയിച്ച ചെല്ലമ്മ എന്ന സ്കൂൾ അധ്യാപികയുടെ ഒരു അസാധാരണ പ്രണയകഥ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജീവിച്ചിരുന്ന പഴമക്കാർ ആരും തന്നെ സുന്ദരി ചെല്ലമ്മയെ മറക്കാനിടയില്ല. കുപ്പിവളയും പൊട്ടും കല്ലുമാലയും കസവും മുണ്ടുമെടുത്ത് കയ്യിൽ വലിയൊരു ഭാണ്ഡക്കെട്ടുമായി പത്മനാഭ സന്നിധിക്ക് സമീപത്തെ ഇടവഴികളിൽ നാളുകളോളം അലഞ്ഞു നടന്നിരുന്ന അവരെ പലരും ഇന്നും ഓർക്കുന്നുണ്ടാവും. അവർ ജനിച്ചതും വളർന്നതുമൊക്കെ പാറശാലയിലെ പ്രശസ്തമായ ഒരു നായർ തറവാട്ടിലായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു ചെല്ലമ്മ. സംഗീത നൃത്ത കലകളിൽ വിദഗ്ധയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയ്ക്ക് സമീപത്തെ ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂളിൽ പെൺകുട്ടികളുടെ നൃത്ത അധ്യാപികയായിരുന്നു അവർ. വിദ്യാസമ്പന്നയായിരുന്ന അവർ ഒരു ദിവസം തന്റെ വിദ്യാർത്ഥിനികളോടൊപ്പം സ്കൂൾ പരിസരത്ത് നിൽക്കുമ്പോൾ ശംഖുമുദ്രയുള്ള ഒരു കാർ വരുന്നത് കണ്ടു. അതിനുള്ളിലുണ്ടായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ അന്ന് ചെല്ലമ്മ ആദ്യമായി കണ്ടു. ആദ്യ കാഴ്ചയിൽ അവളിൽ കൗതുകം ഉളവായെങ്കിലും അത് പ്രണയമായി മാറാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല. പിന്നീട് മിക്ക അവസരങ്ങളിലും അവൾ മഹാരാജാവിനെ പലവട്ടം കണ്ടു. മുഖ്യാതിഥിയായി സ്കൂളിലെത്തിയപ്പോഴും പത്മനാഭന്റെ നടയിൽ വെച്ചും ശംഖുമുദ്രയുള്ള കാറിൽ വെച്ചും അങ്ങനെ പലവട്ടം. അവൾ അറിയാതെ തന്നെ അവളുടെ ഹൃദയത്തിൽ അതിസുന്ദരനായ മഹാരാജാവ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ സ്കൂളിലെ പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ കൂട്ടുകാരി ഭാനുമതി ടീച്ചർ ചെല്ലമ്മയെ ക്ഷണിക്കുകയുണ്ടായി. ആദ്യം അത് നിരസിച്ച ചെല്ലമ്മ മഹാരാജാവാണ് മുഖ്യാതിഥി എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതിന് സമ്മതം മൂളി. അവർക്ക് 21 തികഞ്ഞ സമയമായിരുന്നു ആ സന്തോഷ ദിനങ്ങൾ. സ്ത്രീകൾ അഭിനയവേദികളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടാൻ മടിക്കുന്ന ആ സമയത്ത് മഹാരാജാവിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രം അവർ ആ നാടക അഭിനയത്തിന് തയ്യാറായി. നാടകത്തിന് ശേഷം വിശിഷ്ടാതിഥി ടീച്ചർക്കും കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി. ആ വകയിൽ ചെല്ലമ്മയ്ക്കും കിട്ടി തമ്പുരാന്റെ വക ഒരു കസവ് നേരിയത്. പക്ഷേ അവരുടെ മനസ്സിൽ അത് വെറുമൊരു സമ്മാനം മാത്രമായിരുന്നില്ല, തന്റെ പുടവ കൊടുക്കൽ ചടങ്ങുകൂടിയായിരുന്നു. മഹാരാജാവ് എല്ലാവർക്കും കൊടുത്തതുപോലെയാണ് അത് സമ്മാനിച്ചതെങ്കിലും അവർ അത് തന്റെ വിവാഹ സമ്മാനമായി സ്വയം മനസ്സിൽ ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയായി ആ നിമിഷം മുതൽ അവൾ മനസ്സാ മാറുകയായിരുന്നു. മഹാരാജാവിന് വേണ്ടി മാത്രമായി അവൾ ആടുകയും പാടുകയും സ്വപ്നം കാണുകയും ചെയ്തു. എപ്പോഴെല്ലാം മഹാരാജാവ് സ്കൂളിൽ എത്തുന്നുവോ അപ്പോഴൊക്കെ തന്റെ മനോഹരമായ മുടിയിഴകളിൽ മുല്ലപ്പൂ ചൂടിയും നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൈകളിലും കഴുത്തിലും ആഭരണങ്ങൾ അണിഞ്ഞു അവർ പതിവിലും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുമായിരുന്നു. തമ്പുരാനെ കാണുമ്പോഴെല്ലാം അധ്യാപിക ആണെന്ന് പോലും മറന്ന് അവർ പരിസരം മറന്ന് നോക്കി നിൽക്കും. അദ്ദേഹത്തിന്റെ ഒരു നോട്ടമോ ചിരിയോ ലഭിച്ചാൽ അവൾ ആഹ്ലാദ കൊടുമുടിയിൽ ലയിച്ചിരുന്നു. നാളുകൾ കഴിയുന്തോറും അവളുടെ പ്രണയം അന്ധമായി കൊണ്ടിരുന്നു. പതിയെ പതിയെ മനസ്സിന്റെ സമനില തെറ്റുന്നതിലേക്കാണ് അത് അവരെ എത്തിച്ചത്. പരിസരബോധമില്ലാതായ അവരുടെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾ ഭയപ്പെട്ടു. അതോടെ ചെല്ലമ്മയുടെ ജോലി നഷ്ടപ്പെടുകയാണ്. മുഴുഭ്രാന്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരുന്നു.
വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമെല്ലാം ചെല്ലമ്മ പുറത്താക്കപ്പെട്ടു. എങ്കിലും ഇതൊന്നും ഓർക്കാതെ എല്ലാ ദിവസവും രാവിലെ അവർ അണിഞ്ഞൊരുങ്ങി തന്റെ പൊന്നുതമ്പുരാനെ കാണാൻ കൊതിയോടെ കാത്തുനിന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നെ സംവത്സരങ്ങളും കടന്നുപോയി. അപ്പോഴും പതിവ് തെറ്റിക്കാതെ ചെല്ലമ്മ ഇത് ആവർത്തിച്ചു വന്നു. ഊണിലും ഉറക്കത്തിലും വില്ലുകെട്ടിയ കുതിരവണ്ടിയുടെ ശംഖുമുദ്രയുള്ള കാറിന്റെ ഒച്ച മാത്രമായിരുന്നു അവരുടെ ചിന്ത. ഒരിക്കൽ ഭടന്മാർ അവരെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പിടിച്ചു പുറത്താക്കി. അത് വലിയ ആഘാതമായ ചെല്ലമ്മ പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചില്ല. എങ്കിലും ചിട്ട തെറ്റിക്കാതെ തിരുമനസിന്റെ എഴുന്നള്ളത്തിനായി അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിൽ എന്നും കാത്തുനിന്നു. 51 വർഷങ്ങൾ താളം തെറ്റിയ മനസ്സുമായി ഒരിക്കലും മറക്കാനാവാത്ത ആ മുഖം കാണാൻ അവർ കാത്തു നിന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും മഹാരാജാവ് അവരെ ശ്രദ്ധിച്ചില്ല. എല്ലാം അറിയുന്ന പത്മനാഭസ്വാമി പോലും കരുണ കാട്ടിയില്ല. അങ്ങനെ ഈ ലോകം മുഴുവൻ തന്നെ ഗൗനിക്കാതിരുന്നിട്ടും പട്ടമഹിഷിയെ പോലെ രാജാവിന്റെ പെണ്ണായി വൃത്തിയുള്ള വസ്ത്രമണിഞ്ഞ് ദർശനത്തിനു വരുന്ന രാജാവിനെ കണ്ടു തൊഴുത് അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു മരണം വരെ. പ്രായം ചെല്ലമ്മയെ തളർത്തിയിട്ടും ജരാന്തരകൾ ബാധിച്ചിട്ടും തെരുവിലെ ദീർഘനാളത്തെ വാസം കാരണം അസുഖങ്ങൾ പിടിപെട്ടിട്ടും അവരുടെ രീതികൾ മാത്രം എന്നും തുടർന്നു പോന്നു. ഒരിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വാളേന്തി വന്ന രാജാവിനടുത്തേക്ക് ഓടിച്ചെന്ന ചെല്ലമ്മയെ പരിചാരകർ ആട്ടിപ്പായിക്കാനൊരുങ്ങിയപ്പോൾ ആരും അവരെ ഉപദ്രവിക്കരുത് എന്ന് മഹാരാജാവ് ശാസിച്ചിട്ടുണ്ടത്രേ. കുട്ടികൾ അവരെ കണ്ട് കല്ലെടുത്തെറിയാനും മറ്റെല്ലാവരുടെയും പരിഹാസപാത്രമാകാനും അവർ വിധിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് മഹാരാജാവ് തെരുവ് വീതികളിൽ എഴുന്നള്ളുന്ന സമയം വരുമ്പോൾ തന്നെ ഭടന്മാർ അവരെ ആട്ടിപ്പായിക്കുമായിരുന്നു. അങ്ങനെ മഴയുള്ള ഒരു പ്രഭാതത്തിൽ അനന്തപുരി നിവാസികൾ കണ്ടത് പാതവക്കത്ത് പത്മനാഭന്റെ വടക്കേ നടയിൽ മഴ നനഞ്ഞ് തണുത്തു വിറങ്ങലിച്ച് ഉറുമ്പരിച്ചു കിടന്ന ചെല്ലമ്മയുടെ ശവശരീരമായിരുന്നു. അതിനു സമീപമുണ്ടായിരുന്ന മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടിനുള്ളിലും ശേഷിച്ചിരുന്നത് മഹാരാജാവിന്റെ ഒരു ഫോട്ടോ മാത്രമായിരുന്നു. ഇരുവഴിഞ്ഞി പുഴ കൊണ്ടുപോയ മൊയ്തീനു വേണ്ടി കാഞ്ചനമാല കാത്തിരുന്നത് പോലെ ഒരിക്കലും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഒരുപാട് വർഷങ്ങൾ ചെല്ലമ്മ രാജാവിനു വേണ്ടി കാത്തിരുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഓരോ രാജവീതികൾക്കും പറയാനുണ്ടാകും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിനായി ആയുഷ്കാലം അലഞ്ഞ ചെല്ലമ്മയുടെ ഓർമ്മകൾ. എന്തു തന്നെ ആയാലും സുന്ദരി ചെല്ലമ്മയുടെ ഈ തീവ്ര പ്രണയകഥ തിരുവനന്തപുരത്തുകാരുടെ വികാരമാണ്. പ്രത്യേകിച്ചും ഇതിൽ പലതും നേരിട്ട് കണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ പഴയ തലമുറയ്ക്ക്. തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും ശക്തനും ജനപ്രിയനുമായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. അവിവാഹിതനായി നാടു നീങ്ങിയ അദ്ദേഹം തിരുവനന്തപുരത്തുകാരുടെ പൊന്നുതമ്പുരാനായിരുന്നു. മഹാരാജാവ് എന്തെങ്കിലും ഈ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഒരുപക്ഷെ രാജാവായതുകൊണ്ട് അത് അറിഞ്ഞിട്ടും പുറത്തു കാട്ടാനാവാതെ മൗനമായിരുന്ന് അദ്ദേഹം ചെല്ലമ്മ തെരുവിൽ അലയുന്നത് നിസ്സഹായനായി നോക്കി നിന്നിട്ടുണ്ടാവണം. എന്തു തന്നെയായാലും ചെല്ലമ്മയും മടങ്ങി, മഹാരാജാവും മടങ്ങി. ഈ കഥ മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. സുന്ദരി ചെല്ലമ്മയുടെ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. നന്ദി.